ഹലോ, അസ്സലാമു അലൈക്കും. ഓർഗാനിക് വേഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ പെൻഡാസി ചെടീനെ അതിൻ്റെ പരിചരണവും മാറ്റിയിട്ട് വേറെ കൊമ്പ് കുത്തുന്ന ഒരു ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നുള്ളത്. ഇത് നമ്മളെ വീട്ടിലുള്ള പെൻഡാസിൻ്റെ പല കളറുകളാണ് കേട്ടോ. വൈറ്റ് ഉണ്ട്, പിങ്ക് ഉണ്ട്, പിന്നെ ഈ വയലറ്റ് ഒക്കെ പൂക്കൾ കൊഴിഞ്ഞുകൊണ്ടാണ് നമുക്ക് കാണാത്തത് കേട്ടോ. പിന്നെ ഈ റെഡ്, അങ്ങനെ 4 കളറുകൾ എൻ്റെ അടുത്തുണ്ട് കേട്ടോ. ഈ 4 കളറിനെ നമുക്ക് ചട്ടിയിലാക്കിയിട്ട് വേറെ പിടിപ്പിച്ച് കൊമ്പുകൾ ഇങ്ങനെ കുത്തി പിടിപ്പിച്ചാലാണ് ഇത് വേറെ വേറെ നമുക്ക് ഉണ്ടായി കിട്ടുള്ളൂ. ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ കൊമ്പ് ഇങ്ങനെ മുരടിച്ച് പോകുന്നുണ്ട്. ഞാൻ കുത്താൻ നേരം വൈകിപ്പോയി, അപ്പോൾ കൊമ്പുകളൊക്കെ നീണ്ട് ഇങ്ങനെ താന്ന് കിടന്നത് നശിച്ചങ്ങ് പോകും. അപ്പോൾ ഇതിനെ നശിക്കുന്നതിനെക്കാട്ടി മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, വേറൊരു ചട്ടിയിൽ ഇതുപോലെ ഞാൻ കമ്പോസ്റ്റ്, കരിയില കമ്പോസ്റ്റ് നിറച്ച് ആദ്യം കുറേ കരിയില കമ്പോസ്റ്റ് ഇടും, കല്ലിട്ടിട്ട് എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് മണ്ണിങ്ങനെ കൊണ്ടുവന്നിടും. കരിയില മാത്രം ഇട്ടേക്കണം എന്താ, ഈ കരിയില മണ്ണും കുറേശ്ശെ ഇട്ടേക്കണം ഇടുന്നത് ഞാൻ കാണിച്ചത്. അതുപോലെ ചട്ടിയിൽ ആദ്യം കല്ലിട്ടിട്ട് നിറക്കും, അല്ലെങ്കിൽ മണ്ണിൽ ഓട്ട അങ്ങനെ വെള്ളം കയറി നിന്നതിൽ നമുക്ക് പോവില്ലല്ലോ, മണ്ണ് കയറിയിട്ട് ചട്ടിയുടെ ഓട്ടയിലേ. എന്നിട്ട് കരിയില ആദ്യം നിറക്കും, കരിയിലാണ് ആദ്യം നിറക്കുക. എന്നിട്ട് പിന്നെ അതിൻ്റെ മേലെ കുറച്ച് മണ്ണിട്ട് കൊടുക്കും. കമ്പൊക്കെ മാറ്റി കളയും. കരിയിലയുടെ വലിയൊരു കുഴിയിൽ കമ്പോസ്റ്റാക്കി ഇട്ടിട്ടുണ്ട് ഞാൻ, ബക്കറ്റിലൂടെ കൊണ്ടുവന്ന് വെച്ചേക്കാം. അത്യാവശ്യം ചെടിക്ക് ഇങ്ങനെ കരിയില ഇട്ട് കൊടുക്കും. 3-4 ചട്ടികൾ നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കരിയിലയുടെ കമ്പോസ്റ്റിൻ്റെ വലിയൊരു കുഴി തന്നെ കണ്ട ആക്കി വെച്ചിട്ടുണ്ട് ഞാനത്. കരിയില മാത്രം ഉണ്ടാക്കുന്ന ഒരു ഇതാണത്. അപ്പോൾ എന്താ ചെയ്ത്, വീടിൻ്റെ പറമ്പിൽ വലിയൊരു തടം പോലെ കുഴി പോലെ എടുത്തിട്ട് അതിൽ മാവും ഇതൊക്കെ ഇവിടെ നിന്ന് വെട്ടിയിട്ടുണ്ടായി, മുറിച്ചിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെ എല്ലാ ഇലകളും ചെറിയ കമ്പുകളും കൊണ്ടുവന്ന് ഇതിലങ്ങോട്ട് കൂട്ടിയിട്ട് വെട്ടിയിട്ട് അപ്പോൾ ലാസ്റ്റ് അത് നല്ല കരിയിലയുടെ കമ്പോസ്റ്റായി മാറിയിട്ടുണ്ട്. നമുക്ക് ചെടിയൊക്കെ കുഴിച്ചിടുമ്പോൾ ചട്ടിയിൽ നിറക്കുക, കുറച്ച് മണ്ണിട്ടാൽ മതി, മേലെ മാത്രം മണ്ണിട്ടാൽ മതി. ബാക്കിയെല്ലാം ഈ കരിയില ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പിടിച്ചതിന് ശേഷം നമുക്കപ്പോൾ ഒന്ന് ഒതുങ്ങി കിട്ടുമല്ലോ. കരിയില താന്ന് പോയി മണ്ണ് ഒതുങ്ങി മേലെ നമുക്ക് ഒതുങ്ങി കിട്ടും. എന്നിട്ട് നമുക്ക് അതിൽ വളം ചേർത്താൽ മതി. പുല്ലുകളെല്ലാം വെട്ടിയിട്ട് ഇതിലേക്ക് കയറ്റണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. നമുക്ക് ഈ ചെടി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ. അതിൽ കരിയിലയുടെ കമ്പോസ്റ്റും കൂടെ ചേർത്തിട്ടാണ് എല്ലാം ഞാൻ ബോഗൺവില്ല ചെയ്യണതും അങ്ങനെ തന്നെ മുക്കുറ്റിപ്പൂവ് അതൊക്കെ ചെയ്യണത് ഈ ഒരു കരിയിലയുടെ കമ്പോസ്റ്റിലാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് കാണണം, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒക്കെ ചെയ്ത് നമ്മളൊന്ന് എത്തിക്കിട്ടാ. ഇൻഷാല്ലാ ഞാൻ പുതിയ വീഡിയോ ആയിട്ട് ഇടാം. എല്ലാവരും ഒന്ന് കാണുക. ഇതിൻ്റെ 3-4 കമ്പുകൾ നമ്മൾ കുത്തിയിട്ട് എടുത്തിട്ട് ഇപ്പോൾ ഇതിങ്ങനെ ഈ വെള്ളയുടെ ആദ്യം ഒടിക്കണം. വെള്ളം ഇത്രയും ചെറിയ തള്ളിയത് കമ്പ് എടുത്തിട്ട് വേണം നമുക്ക് കുഴിച്ചിടാൻ. എന്നാൽ മാത്രമേ ഇത് പിടിച്ച് കിട്ടുള്ളൂ. വൈറ്റിൻ്റെത് മാത്രം എടുക്കണം, പിങ്കിൻ്റെത് കൊടുക്കണം. വലിയ നാണ്ട് കിടക്കണ കൊമ്പുകൾ നോക്കിയിട്ട് എടുക്കുക. ഇത് വയലറ്റാണ്, ചെറിയ ലൈറ്റ് കളർ ലാവണ്ടറിൻ്റെ കളർ കൊടുക്കുക. പൂക്കൾ വന്നിട്ട് ഒരുവിധം ഞാനായിന്ന് മനസ്സിലാക്കുമ്പോൾ ആ കൊമ്പുകൾ നമ്മൾ എന്തായാലും എടുത്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ പിന്നെ അത് നശിച്ചങ്ങോട്ട് പോകും. വേറെ ചെടികൾ ഉണ്ടാക്കാൻ ഇങ്ങനെ ഒടിച്ചു കുത്താന്ന് പറയില്ലേ, ഒടിച്ചിങ്ങനെ കുത്തി എടുത്താൽ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൽ നിന്ന് തന്നെ കുറേ ഉണ്ടായിരുന്നു, ശ്രദ്ധിക്കാണ്ട് അങ്ങോട്ട് പോയതെൻ്റെ. ഇത് പിങ്കാണ്, പിങ്കിൻ്റെ കുറച്ച് തൈ കിട്ടിയുള്ളൂ. പിങ്ക് ആദ്യമൊക്കെ നല്ലോണം കാട് പോലെ പോയിരുന്നതാ. ഇപ്പോൾ ഞാനത് വളരാൻ അനുവദിക്കില്ല. ചെറിയ ഹോളാക്കിയിട്ട്
ഇങ്ങനെ നട്ടു കൊടുത്താലേ ഇതിന് മഴ കൊണ്ടാലും നമുക്ക് പ്രശ്നം വരാത്തൊരു ചെടി. ചിലത് മഴ കൊള്ളാൻ പാടില്ലല്ലോ. അപ്പോൾ പിങ്ക് കുത്തി. ഇനി നമുക്ക് വയലറ്റ് 2 കൂടെ കുത്തി കൊടുക്കാം. ഇതിൻ്റെ കൊമ്പ് നമുക്ക് കുത്തി പിടിപ്പിച്ചിട്ട് ആർക്കെങ്കിലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇതുപോലെ കൊടുക്കാം കേട്ടോ. ഒറ്റ കൈ കൊണ്ട് ചെയ്യണ കാരണം ശരിയാവണില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും കണ്ടിട്ട് ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.